കുണ്ടറ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വയോധികയ്ക്ക് മരുന്ന് മാറി നൽകിയെന്ന ആരോപണം. മരുന്ന് മാറിക്കഴിച്ച വയോധികയായ സുകേഷിനിയമ്മയാണ് തലചുറ്റി വീണത്. തുടർ ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ ഓഫീസറെ നേരിട്ട് കണ്ട് സുകേഷിനിയമ്മ പരാതി പറഞ്ഞു. കൊല്ലം കുണ്ടറ വെള്ളിമൺ വെസ്റ്റ് കുളമട പുത്തൻ വീട്ടിൽ 75-കാരിയായ സുകേഷിനിയമ്മയ്ക്കാണ് മരുന്നുമാറി നൽകിയതായി ആരോപണമുള്ളത്. പെരുന്നാട് പഞ്ചായത്തിലെ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് ഇക്കഴിഞ്ഞ ദിവസം സുകേഷിനിയമ്മ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വാങ്ങാനെത്തിയത്. എന്നാൽ ഈ സമയം ഇവിടുത്തെ ഫാർമസിസ്റ്റ് ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നു. പകരം ഇവിടുത്തെ മറ്റൊരു ജീവനക്കാരനായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാൾ സുകേഷിനിയമ്മയ്ക്ക് കൊടുത്തത് മാനസിക അസ്വസ്ഥം പ്രകടിപ്പിക്കുന്നവർക്ക് നൽകുന്ന താൽക്കാലിക മരുന്നായിരുന്നു എന്നാണ് സുകേഷിനിയമ്മയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. 2 ദിവസത്തെ മരുന്നും കൂടി ഇരുന്നത് കൊണ്ട് ഈ മരുന്ന് എടുത്തില്ല. അങ്ങനെ ഇവിടുന്ന് ചില ദിവസങ്ങളിൽ കൊടുക്കുമ്പം പ്രഷറിൻ്റെത് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ചിലപ്പം കൊടുക്കും. വീട്ടിലാണ് മരുന്ന് കൊടുത്തപ്പോൾ അതിനകത്ത് ഇപ്പം തൊണ്ടിനകത്ത് നമുക്ക് ഇന്ന ദിവസം കഴിക്കണം അല്ലെങ്കിൽ ഇത്ര നേരം കഴിക്കണമെന്ന് എഴുതി കൊടുക്കുമല്ലോ. ഇപ്രാവശ്യം അതൊന്നും എഴുതി കൊടുത്തില്ലായിരുന്നു. അമ്മ വിചാരിച്ചത് പ്രഷറിൻ്റെ ഗുളികയാണെന്ന് പറഞ്ഞാൽ അന്നത്തെ കഴിച്ചത് തിങ്കളാഴ്ച രാത്രിയാണ് കഴിക്കുന്നത്. പിറ്റേന്ന് രാവിലെ അന്ന് എണീക്കാൻ പറ്റില്ല. 12 മണിയാവാറായിട്ട് എണീറ്റത്. ഞാൻ 3 മണിയായപ്പോൾ അയാളുടെ അമ്മയൊന്ന് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുന്നെങ്കിലും അമ്മയ്ക്കെല്ലാം നാക്ക് കുഴയുന്നതാണൊക്കെ തോന്നിയത്. ഇവിടെ ഞാനും വിചാരിച്ച് പവർ കൂടിയ ഗുളിക എങ്ങാണ്ട് കൊടുത്തത് കൊണ്ടായിരിക്കും ഷുഗറിൻ്റെത് കൂടിയതാണെന്ന് വിചാരിച്ചോളൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് തല ഇറങ്ങുന്നതൊക്കെ തോന്നുന്നുണ്ട്, നീ ഫോൺ വയ്ക്കാൻ പറഞ്ഞു. അപ്പോഴേ തന്നെ ഞങ്ങളുടെ ഒരു ബന്ധു എൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. അങ്ങനെ ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞ് ഒന്ന് ചെല്ലിയേച്ചി ഒന്ന് നോക്കാൻ പറഞ്ഞു. ചെന്നപ്പോൾ അമ്മ സിറ്റൗട്ട് തറയിൽ കിടക്കുക. ചേച്ചിയെ നോക്കുമ്പോൾ തല നല്ലതുപോലെ മുഴച്ചിട്ടുണ്ട്. പിന്നെ പിടിച്ചെണീപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ആ ഒരു എന്തരംഗം മാറി. പക്ഷേ ഇപ്പോഴും അമ്മയ്ക്ക് ആ ഒരു കറക്റ്റ് ലെവലും ആയിട്ടില്ല. ഇത് കഴിച്ചതോടെ ബോധരഹിതയായി തലചുറ്റി സുകേഷിനിയമ്മ വീഴുകയായിരുന്നു. തുടർ ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ ഓഫീസറെ നേരിട്ട് കണ്ട് സുകേഷിനിയമ്മ പരാതി പറഞ്ഞു. മരുന്ന് കഴിച്ചത് ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ ഒന്ന് കഴിച്ചു, പിന്നെ രാത്രി ഒന്ന് കഴിച്ചു, പിന്നെ ചൊവ്വാഴ്ച നാളിലായി വീഴുന്നതാണ്. എനിക്ക് ആദ്യം കഴിച്ചെന്നുണ്ട് ഇടക്കേടുണ്ടായിരുന്നു. ഇരുന്നിടത്തൊന്ന് എഴുന്നേക്കാൻ വയ്യായിരുന്നു, കുറേ ഇരുട്ടി വന്നത്. പിന്നെ എനിക്കിങ്ങനെ ആയത്. പിന്നെ ഞാനീ ഗുളികയുടെയാണെന്നുള്ള അറിഞ്ഞുകൂടാല്ലേ, അതുകൊണ്ട് പിറ്റേന്ന് വീണ്ടും ഒരെണ്ണൂടെ കഴിച്ചു. നമ്മൾ കഴിക്കുന്ന രീതിയില്ല. ഞാൻ പ്രഷറിൻ്റെ ആഞ്ചലും എടുത്ത് കഴിക്കുന്നു. ഒന്നീ കവറിൻ്റെ പുറത്തവർ എഴുതി തരുമായിരുന്നു, മറ്റവരിയ്ക്കുന്നവർ. ഇത് അങ്ങനെയുള്ളവരില്ലായിരുന്നു അന്ന്. എന്നാൽ ഇവിടുത്തെ ലോക്കറിൽ മാത്രം സൂക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള മരുന്ന് എങ്ങനെ സുകേഷിനിയമ്മയ്ക്ക് നൽകിയെന്നത് അടക്കമുള്ള വീഴ്ച അന്വേഷിക്കാമെന്ന് മെഡിക്കൽ ഓഫീസർ ഉറപ്പു നൽകിയിട്ടുണ്ട്. തുടർന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനു മുന്നിൽ BJP പ്രതിഷേധവും സംഘടിപ്പിച്ചു. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അംബരീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി സമരക്കാരുമായി സംസാരിച്ചാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആരോഗ്യമന്ത്രിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പോലീസിലും BJP പ്രവർത്തകർ പരാതി നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ കടുപ്പിക്കുമെന്നും BJP പ്രവർത്തകർ പറഞ്ഞു. ദിവസവും 100 കണക്കിന് രോഗികളാണ് വന്ന് മരുന്ന് വാങ്ങിക്കുന്നത്. വളരെ പാവങ്ങളായ നിർദ്ധരായിട്ടുള്ള രോഗികളാണ് ഇവിടെ വന്ന് മരുന്ന് വാങ്ങിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 75 വയസ്സ് പ്രായമുള്ള ഒരമ്മ സ്ഥിരമായി ഇവിടുത്തെ പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനുമുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച മരുന്നിനിവിടെ വരുന്ന സമയത്ത് ഡ്യൂട്ടി ഡോക്ടർ ഇല്ലായിരുന്നു. ഡ്യൂട്ടി ഡോക്ടറുടെ ആബ്സൻസിൽ ഇവിടെ വേറെ ഏതോ ഒരു സ്റ്റാഫ്, ആരാണെന്ന് നമുക്കറിയില്ല, ഒരു സ്റ്റാഫ് മരുന്നെടുത്ത് കൊടുത്തു. കുറച്ച് മരുന്ന് ഇവിടുന്ന് കൊടുത്തു, കുറച്ച് അതിനകത്ത് ആ പ്രിസ്ക്രിപ്ഷനകത്ത് ഇൻഡു മാർക്കിട്ട് പുറത്തുനിന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു മരുന്ന് അവർക്ക് ഇവിടുത്തെ കൊടുത്തതാണ്. 6 സ്ട്രിപ്പിലായിട്ട് 60 ഗുളികയാണ് ഇതിനകത്ത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.